ഈ അത്ഭുതകരമായ അമൂല്യമായ ഇസ്മ 4000 തവണ ഉരുവിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അവനിൽ നിന്നും വഴുതിപ്പോയ നഷ്ടപ്പെട്ടു പോയ ആ ജോലി തിരിച്ചു ലഭിക്കും. അല്ലെങ്കിൽ ഈ നഷ്ടപ്പെട്ട ജോലിയേക്കാളും ഖൈറായ ഒരു ജോലി, അവന് ഇഷ്ടപ്പെടുന്ന ഒരു ജോലി അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് എത്തിച്ചു കൊടുക്കും എന്നുള്ളതാണ്. സ്ഥിരമായിട്ട് ഈ ഇസ്മിനെ സംബോധനയുടെ അക്ഷരമായ യാ എന്നുള്ള അക്ഷരത്തെ ചേർത്തുകൊണ്ട് കുറേ ദിവസം അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് അവൻക്ക് എത്താൻ സാധിക്കും. താഴെ വീണ് കിടക്കുന്ന, പരാജയപ്പെട്ട് കിടക്കുന്ന, ജീവിതത്തിൽ പരാജയത്തിൻ്റെ കയ്പ് നീരനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുടെ അത്ഭുതകരമായൊരു ഇസ്മു കൂടെയാണ് ഈ ഇസ്മ. അതുകൊണ്ട് തന്നെ ഞാൻ നിരാശയിലാണ്, ഞാൻ പരാജയത്തിലാണ്, എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ഞാൻ അങ്ങേയറ്റം എൻ്റെ ജീവിതം അങ്ങേയറ്റം പരാജയത്തിലാണെന്നൊക്കെ കരുതി ടെൻഷനോടുകൂടെ ജീവിക്കുന്നവർക്ക് ഈ ഇസ്മ ഒരു മുതൽക്കൂട്ടാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ആ അമൂല്യമായ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ജോലിയില്ലാതെ അലയുന്നവർ, ഒരു ജോലിക്കുള്ള വഴി കിട്ടാതിരിക്കുന്നവർ, അത്യാവശ്യം ക്വാളിഫിക്കേഷൻസ് ഉണ്ട് എന്നിട്ടും നല്ലൊരു ജോലി ലഭിക്കുന്നില്ല, ഒരുപാട് കമ്പനീസുകളിൽ CV കളൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ നല്ലൊരു ജോലി കിട്ടുന്നില്ല. അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഈ ഇസ്മ 1000 തവണ ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും ചൊല്ലുക. അങ്ങനെ 1000 തവണ ചൊല്ലിയിട്ട് ഏത് ആവശ്യത്തിന് വേണ്ടിയാണോ, ഏത് ജോലി ലഭിക്കാൻ വേണ്ടിയാണോ, ഏത് മുറാദ് ഹാസിലാവാൻ വേണ്ടിയാണോ അവൻ ആ ഇസ്മു ചൊല്ലുന്നത്, അത് അള്ളാഹുവിനോട് പ്രത്യേകം ദുആ ചെയ്യുക. അങ്ങനെ അവൻ ഓരോ നിസ്കാരത്തിന് ശേഷം 1000 തവണ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കല്ലേ, 15376 തവണയാകുമ്പോൾ ഉടനെ തന്നെ ഒരു ഫാത്തിഹയും യാസീനും ഓതി അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഹദിയ ചെയ്യുക. പിന്നെ അവൻ എന്തുദ്ദേശം വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്താലും ആ ഉദ്ദേശം അവന് പൂർത്തീകരിച്ചു കൊടുക്കും. അവനും അവൻ്റെ കീഴിൽ കഴിയുന്ന കുടുംബം, അവൻ്റെ ആശ്രിതരായി കഴിയുന്നവർക്കുള്ള സമ്പാദ്യത്തിനുള്ള വകയിൽ ഒരു മുട്ടും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. അവനാ നഷ്ടപ്പെട്ടു പോയ അതൊക്കെ നികത്തിപ്പോരാനുള്ള രൂപത്തിലുള്ള, പരിഹരിച്ചു പോകുന്ന നല്ലൊരു ജോലി അവനിലേക്ക് എത്താൻ കാരണമാകുമെന്നുള്ളതാണ് മഹാന്മാർ പറഞ്ഞ ഒരു ഇസ്മാണ് ഇതിനൊക്കെ കാരണമാകുന്നത്. ഒളിച്ചോടിപ്പോയവർ, നഷ്ടപ്പെട്ടു പോയത്, അതേപോലെ തന്നെ കളഞ്ഞുപോയ വസ്തു, ഇതൊക്കെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പ്രധാനമായി ഇസ്മിനെ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയവർ, അകന്നു നിൽക്കുന്ന, ഒരിക്കലും വീട്ടിലേക്ക് വരാൻ കൂട്ടാക്കാത്തവർ, എവിടെയാണ് അവർ താമസിക്കുന്നതെന്ന് അറിയാതെ കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. അത്തരം ആളുകളിലേക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കണം. പലരുടെയും പ്രയാസങ്ങൾ നമുക്കൊക്കെ അറിയാം. മകന് ഒരുപാട് കാലമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വരാത്തവർ, മകള് തിരിച്ചു വരാത്തവർ, തിരിഞ്ഞു നോക്കാത്തവർ, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ ഇസ്മ ഉപയോഗപ്പെടുത്താവുന്നതാണ്. പ്രത്യേകമായിട്ട് ചെയ്യേണ്ട ഒരു അമലും ഉണ്ട് ഇതിനോട് കൂടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ കൃത്യമായിട്ട് ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. വീഡിയോ പൂർണ്ണമായും കാണണമെന്ന് ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. ഞായറാഴ്ച 10 മണിക്ക് ബുക്ക് ചെയ്ത് മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നോക്കാനൊക്കെ പ്രയാസമുണ്ട്. കൃത്യമായ സമയത്ത് നമുക്ക് അവസാനിപ്പിക്കേണ്ടതാണ് നമ്മുടെ കൺസൾട്ടേഷന്. അതുകൊണ്ട് അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ID-യുടെ ലിങ്ക്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അവിടെ പോയി നോക്കാവുന്നതാണ്. വാട്സപ്പിൽ നമ്മൾ സ്റ്റാറ്റസ് വെച്ചവർക്ക് സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമല്ലേ സ്റ്റാറ്റസൊക്കെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഡിസ്ക്രിപ്ഷനിലുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ അവിടെ നോക്കിയാൽ എപ്പോഴാണ് വിളിക്കേണ്ടത്, എങ്ങനെയാണ് വിളിക്കേണ്ടതൊക്കെ കൃത്യമായിട്ട് നമ്മളവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ, ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്.
വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടു കൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെ അല്ല അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ, കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം. നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത് അറിയിക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അസ്മാഉൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായൊരു ഇസ്മാണ്. നമുക്കറിയാം അൽ മുഈദ് എന്ന് പറയുന്ന ഇസ്മ. നമ്മൾ ഈ ഇസ്മിനെ കുറിച്ച് മുമ്പ് സംസാരിച്ചതാണ്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഇസ്മുകളിൽ ഒരു ഇസ്മാണ് അൽ മുഈദ് എന്ന് പറയുന്നത്. ഈ ഇസ്മിനെ കുറിച്ച് നമ്മൾ ഈ അമലിലേക്കൊക്കെ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ്, ഇതിൻ്റെ അദദ് എത്രയാണെന്ന് പറയുന്നതിൻ്റെ മുമ്പ്, ഈ ഇസ്മിനെ കുറിച്ച് ചെറിയൊരു വിശദീകരണം നൽകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഓരോ അമലുകൾ ചെയ്യുമ്പോഴും ആത്മാർത്ഥതയോടുകൂടെ നമുക്ക് ആ അമലിലേക്ക് പ്രവേശിക്കാൻ കഴിയണം. ആത്മാർത്ഥതയോടുകൂടെ ആ അമലിലേക്ക് പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് ആ ഇസ്മിൻ്റെ ചെറിയ രൂപത്തിലുള്ള അർത്ഥവും അത് ഉൾക്കൊള്ളുന്ന ചെറിയ രൂപത്തിലുള്ള ആശയവും മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ ഏറ്റവും മഹത്വമുള്ള നാമങ്ങൾ, ആ 99 നാമങ്ങൾ വിശുദ്ധ ഖുർആനിലുള്ള നാമങ്ങൾ. ആ നാമങ്ങൾ വരുന്ന ഒരുപാട് ആയത്തുകളുണ്ട്, അതൊന്നും നമ്മൾ ചർച്ച ചെയ്യാറില്ല. ആ ഇസ്മിൻ്റെ ഒരു ചെറിയ രൂപത്തിലുള്ള അർത്ഥമാണ് നമ്മൾ വിശദീകരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ അമലിലേക്ക് പ്രവേശിക്കുന്നതാണ്. ആവർത്തിക്കുന്നവൻ എന്നും രണ്ടാമത് സൃഷ്ടിക്കുന്നവൻ എന്നും ഈ അൽ മുഈദ് എന്ന് പറയുന്ന ഇസ്മിന് അർത്ഥമുണ്ട്. സർവലോക രക്ഷിതാവായ ജഗന്യന്താവായ അള്ളാഹു റബ്ബുൽ ഇസ്സത്താണ് നമ്മെ ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചു പറഞ്ഞയച്ചത് അല്ലേ. ഈ ലോകത്തെ ആദ്യത്തെ സൃഷ്ടി ഏതാണെന്ന് ആർക്കെങ്കിലും അറിയോ? ഒന്ന് അറിയുന്നവരൊന്ന് എഴുതി അറിയിക്കണേ. ഈ ലോകത്തെ ആദ്യത്തെ സൃഷ്ടി, അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് എന്താണെന്നറിയുന്നവർ, ഇടയ്ക്ക് നമ്മളൊരു ചോദ്യം ചോദിക്കുന്നത് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ്. ഒരു ഇൽമ് പഠിക്കലും അത് ഷെയർ ചെയ്യലൊക്കെ ആവുമല്ലോ. അള്ളാഹു ഈ ഭൂമി ലോകത്ത് ആദ്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് സൃഷ്ടിച്ചത് എന്താണ്, ആരെയാണ്, അല്ലെങ്കിൽ എന്തിനെയാണ് എന്നുള്ളത് അറിയാവുന്നവരൊന്ന് എഴുതി അറിയിക്കും. അത് ചിലപ്പോൾ തെറ്റായി എഴുതുന്നവരുണ്ടാകും. അത് അറിയുന്നവർക്ക് തന്നെ അതിന് മറുപടി കൊടുക്കാം. നിങ്ങൾ എഴുതിയത് തെറ്റാണ്, ഇതാണ് ശരിയെന്ന് പറയാം. ഇൻഷാ അല്ലാഹ് അതൊരു അറിവാന്വേഷകർക്കുള്ള ഒരു സെഷൻ ആയിക്കോട്ടെ എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു. ആദ്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്. ഇനി നമുക്ക് രണ്ടാമത് ഒരു പരലോകത്തേക്ക്, പാരത്രിക ലോകത്തേക്ക് രണ്ടാമത് വീണ്ടും സൃഷ്ടിക്കാൻ പോകുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. മരിപ്പിക്കുന്നതും പുനർജന്മം നൽകുന്നതും അള്ളാഹു തന്നെ. അള്ളാഹുവിൽ നിന്ന് തുടങ്ങിയ നാം അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങുന്നു. അപ്പോൾ അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്. രണ്ടാമത് വീണ്ടും അള്ളാഹുവിലേക്ക് തന്നെയാണ് നാം മടങ്ങിയെത്തുന്നത്. അള്ളാഹുവാണ് വീണ്ടും നമ്മെ പുനർജീവിപ്പിക്കുന്നത്. ഇതൊക്കെയാണ് ഈ ഇസ്മുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്. ആവർത്തിക്കുന്നവൻ, രണ്ടാമത് സൃഷ്ടിക്കുന്നവൻ എന്നൊക്കെ ഈ ഒരു ഇസ്മിന് അർത്ഥമുണ്ട്. ഇനിയും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മൾ ചെറിയ രൂപത്തിലുള്ള അർത്ഥമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഒരാൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും അപ്രത്യക്ഷമായി എന്ന് വിചാരിക്കുക.
അവർ മടങ്ങി വരാനോ അവരെ സംബന്ധിച്ച് വല്ല വിവരവും ലഭിക്കാനോ ആഗ്രഹിക്കുന്നുവെന്നും കരുതുക. എന്നാൽ രാവും പകലും നിർത്താതെ ഈ ഇസ്മ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. ഒളിച്ചോടിപ്പോയവൻ തിരിച്ചു വരും, തെറ്റിപ്പോയവൻ, പിണങ്ങിപ്പോയവൻ, തിണങ്ങിപ്പോയവൾ, അല്ലെ ഒളിച്ചോടിപ്പോയവൾ, അവരൊക്കെ തിരിച്ചു വരും. യാത്ര പോയിട്ട് ഒരുപാട് കാലമായി വീടണയാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടാകും. അവരെ ആലോചിച്ച് മാതാപിതാക്കൾ വളരെയധികം പ്രയാസത്തിലുമാകും. അത്തരം ആളുകൾക്ക് അവരുടെ മാതാപിതാക്കൾക്ക് ചെയ്യാവുന്ന ഒരു ഇസ്മും കൂടെയാണ് അൽ മുഈദ് എന്ന് പറയുന്ന ഇസ്മ. പുതിയ കാലത്തെ മക്കൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ വളരെ ആപൽക്കരമായ ഘട്ടത്തിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരം മക്കൾ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോകുന്നു അന്യൻ്റെ കയ്യും പിടിച്ച്. പിന്നീട് നമ്മൾ അവരെ കാണുന്നത് പോലീസ് സ്റ്റേഷനുകളിലോ കോടതി വളപ്പുകളിലോ കോടതി വരാന്തകളിലോ വെച്ചാണ്. അവരോട് നമ്മൾ ന്യായാധിപന്മാർ, നിന്നെ പോറ്റി വളർത്തിയ ഈ പിതാവാണ് ഈ നിൽക്കുന്നത്, 10 മാസം ഗർഭം ചുമന്ന് വളർത്തിയ നിൻ്റെ മാതാവാണ് ഈ നിൽക്കുന്നത്, ഇത് ഇന്നലെ നിൻ്റെ ജീവിതത്തിലേക്ക് ഒരു കൂണ് കണക്കെ കയറി വന്ന നീ കയ്യും പിടിച്ചു നിൽക്കുന്നത് ഇന്നലത്തെ ഇടിക്കുണ്ടായവനാണ്. നിനക്കാരോടുകൂടെയാണ് ഇറങ്ങിപ്പോകേണ്ടത്, നിനക്കാരോടുകൂടെയാണ് പോകേണ്ടതെന്ന് പറയുമ്പോൾ ആ ഉമ്മായുടെയും ഉപ്പായുടെയും മുഖത്തേക്ക് ഒരു നിമിഷം പോലും നോക്കാതെ ആ മകൾ പറയുന്നൊരു സന്ദർഭമുണ്ട്. പലരും ഇത് കേൾക്കുന്നവരിൽ ഈ ഒരു സന്ദർഭത്തിലൂടെ കടന്നുപോയ പലരും ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടായേക്കാം. അല്ലെങ്കിൽ ഇത്തരമൊരവസ്ഥ എൻ്റെ മകൾക്ക്, എൻ്റെ മകന് വരുമോ എന്ന ഒരു ഭീതിയിൽ കഴിയുന്ന മാതാപിതാക്കളും ഉണ്ടായേക്കാം. കൃത്യമായി മനസ്സിലാക്കണം, അവിടെ നിന്ന് ചോര നീരാക്കി വളർത്തിയ പിതാവിനെയും നൊന്തു പ്രസവിച്ച ഉമ്മയെയും ഒരു പുല്ല് വില പോലും പരിഗണന നൽകാതെ ആ ഇന്നലത്തെ ഇടിക്കുണ്ടായ ആ ചെറുപ്പക്കാരൻ്റെ കയ്യും പിടിച്ച് ഇറങ്ങിപ്പോകുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട്. അങ്ങനെ 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 അങ്ങ് പോയി പിന്നീട് നമ്മൾ പലപ്പോഴും അവരെ റെയിൽവേ ട്രാക്കുകളിൽ ആത്മഹത്യ ചെയ്യപ്പെട്ടവരായിട്ടോ, അല്ലെങ്കിൽ അവൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഒരാവശ്യവുമില്ലാതെ കറിവേപ്പില പോലെ തള്ളിക്കളയുന്നത് പോലെ, ഒഴിവാക്കപ്പെടുന്നത് പോലെ ഒഴിവാക്കപ്പെട്ടവളായിട്ടൊക്കെയാണ് പലപ്പോഴും പല സന്ദർഭങ്ങളിലെയും പലരും കാണാൻ സാധിക്കുന്നത്. തലശ്ശേരിയിലെ കോടതി വളപ്പിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രിയപ്പെട്ട പിതാവ് ഇറങ്ങിപ്പോകുന്ന ഈ സമയത്ത് കൃത്യമായി വിളിക്കുന്ന വാചകം ഇന്നും ആ ന്യൂസ് കണ്ടവരുടെ ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ടാകും. ആ വാക്ക്, ആ ഉപ്പ വിളിക്കുന്നത് സ്നേഹത്തോടുകൂടെ കുഞ്ഞുനാളിൽ വിളിച്ചിരുന്ന ആ ഓമന പേര് വിളിച്ച്. പക്ഷെ അതൊന്നും കേൾക്കാൻ ആ ചെവികൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല. നമ്മളന്ന് അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അതിൻ്റെ കൃത്യമായ കാരണങ്ങൾ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും നാൾ പോറ്റി വളർത്തിയ ഉപ്പയെയും നൊന്ത് പ്രസവിച്ച് ഗർഭം ചുമന്ന ഉമ്മയെയും ഒരു നിമിഷം പോലും പരിഗണിക്കാതെ ഇന്നലെ കടന്നു വന്ന ചെറുപ്പക്കാരൻ്റെ കയ്യും പിടിച്ചിറങ്ങിപ്പോകാനുള്ള കാരണം എന്ത്? എന്തുകൊണ്ട് ഇത്ര സ്നേഹം കൊടുത്തിട്ടും ഇവിടെ നിന്ന് ഇവിടേക്കൊരു പരിഗണന നൽകാതെ അവിടെ മാത്രം പരിഗണിക്കപ്പെടാനുണ്ടായ കാരണം എന്ത്? നമ്മൾ കൃത്യമായി വിശദീകരിച്ചപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ കാരണം എന്ന് പലരും മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊക്കെ അത് പോയി കാണുക. അതാണ് അതിൻ്റെ കാരണം. ആ കാരണം നമ്മൾ മാറ്റിവെക്കുക എന്നുള്ളതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നിന്ന് നമ്മുടെ മക്കളെ തടുക്കാനുള്ള ഏറ്റവും അർഹമായ സൊല്യൂഷൻ. അതാണ്. അപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ ഒളിച്ചോടിപ്പോയി, അവർ കാണാതെയായി, വസ്തുക്കൾ കാണാതെയായി, നമ്മുടെ വിലപിടിപ്പുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി, എന്നാൽ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന അതിവിശിഷ്ടമായ ഇസ്മാണ് അൽ മുഈദ് എന്ന് പറയുന്ന ഇസ്മ, അല്ലേ? അൽ മുഈദ്, യാ മുഈദ് യാ അല്ലാഹ്, യാ മുഈദ് യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ. അത് ചൊല്ലിയാൽ മതി, അവരെ തിരിച്ചു വരും, അവർ മടങ്ങി വരും. ആത്മാർത്ഥമായി ചൊല്ലണേ. അസ്മാഉൽ ഹുസ്നയുടെ റിയാളയൊക്കെ പൂർത്തിയാക്കി വീട്ടിയവരാണെങ്കിൽ പറയണ്ട, അത്ഭുതകരമാകുന്ന രൂപത്തിൽ അതിന് തിരിച്ചെത്താൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ ലളിതമാണ്, എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്യാവുന്നതാണ്, ആർക്കും ചെയ്യാവുന്നതാണ്. അത് വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് വീട്ടുക. ഇൻഷാ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പലരും ഇവിടെ നേരിട്ട് വന്ന് ഇജാസത്ത് വാങ്ങിച്ച് ചൊല്ലുന്നവരൊക്കെയുണ്ട്. അല്ലാഹു അവർക്ക് വലിയ ബറക്കത്ത് നൽകട്ടെ. അതേപോലെ തന്നെ ഒളിച്ചോടിപ്പോയവനെ, മറഞ്ഞുപോയവനെ അവരൊക്കെ തിരിച്ചു വരാൻ വീട്ടിൽ എല്ലാവരും ഉറങ്ങിയ ശേഷം വീടിൻ്റെ 4 മൂലകളിലും ചെന്ന് യാ മുഈദു യാ അല്ലാ എന്ന് 70 തവണ ചൊല്ലിക്കൊണ്ടിരിക്കുക.
അങ്ങനെയാണെങ്കിൽ കാണാതായ ആ ആള്, ഓടിപ്പോയ ആള്, നഷ്ടപ്പെട്ടു പോയ ആ സംഭവം, ഇതൊക്കെ 7 ദിവസത്തിനകം തിരിച്ചെത്തും, തിരിച്ചു വരും എന്നുള്ളതാണ്. അതിലേക്കുള്ള വഴി തുറന്നു കിട്ടും എന്നുള്ളതാണ്. ഒരു 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 ഹിൻ്റ് പോലും ഇല്ലാതെ, ഒരു സൂചന പോലും ഇല്ലാതെ നിന്നിരുന്ന ആ വിഷയത്തിൽ പെടുന്നനെ 7 ദിവസത്തിനുള്ളിൽ അതിൽ നല്ലൊരു വാതിൽ അവന് തുറന്നു കിട്ടാൻ കാരണമാകുന്നുള്ളതാണ്. മറന്നതൊക്കെ ഓർമ്മ വരാൻ ഇത് പതിവാക്കൽ പ്രയോജനം ചെയ്യുമെന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മറന്നുപോയത്, പെട്ടെന്നൊക്കെ മറന്നുപോയത്, ഓർമ്മയില്ലാത്ത വിഷയങ്ങൾ, നമുക്കൊക്കെ പലപ്പോഴും ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ എന്ന് കരുതിയിരുന്ന പല വിഷയങ്ങളുണ്ടാകും. അതൊക്കെ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരാനും പഠിച്ചതൊക്കെ മറക്കാതെ നിലനിൽക്കാനൊക്കെ ഈ ഇസ്മ കൂടുതൽ ഉപകാരപ്പെടും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു ലഭിക്കാൻ, നഷ്ടപ്പെട്ടു പോയ മക്കൾ, മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താവ്, ഇങ്ങനെയുള്ള എവിടെയാണ് എന്താണെന്ന് പോലും അറിയാത്ത വിഷയങ്ങൾക്കൊക്കെ ഈ ഇസ്മു വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. തൊഴിലില്ലാതെ, ജോലിയില്ലാതെ അലയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ CV-കളൊക്കെ കൊടുത്ത് കഷ്ടപ്പെടുന്ന ആളുകൾ, ജോലി നഷ്ടപ്പെട്ട ആളുകളുണ്ട്. ജോലി ഇല്ലാത്തവർ, ഉള്ള ജോലി നല്ല റാഹത്തുള്ള ജോലിയായിരുന്നു, എന്തൊക്കെയോ ആരുടെയൊക്കെയോ ചതിപ്രയോഗങ്ങൾ കാരണമായിട്ട് നഷ്ടപ്പെട്ടു പോയതൊക്കെ ഉണ്ട്. അത്തരം ആളുകൾക്കൊക്കെ, ജോലിയില്ലാതെ അലയുന്നവർക്കൊക്കെ ഈ ഇസ്മ ഇത് സ്ഥിരമായിട്ട് നിസ്കാരങ്ങൾക്ക് ശേഷം 1000 തവണ ചൊല്ലുക. ഓരോ നിസ്കാരത്തിന് ശേഷം 1000 തവണ ചൊല്ലാൻ പറയുമ്പോൾ 1000 തവണ ചൊല്ലണ്ടേ എന്ന് പറഞ്ഞിട്ട് ബേജാറാവാനൊന്നുമില്ല. വളരെ പെട്ടെന്ന് തീരും 1000 തവണ ചെല്ലുന്നത്. യാ മുഈദു യാ മുഈദു യാ മുഈദു യാ മുഈദു യാ മുഈദു യാ മുഈദു യാ മുഈദു, പെട്ടെന്ന് തീരും. അങ്ങനെ ചൊല്ലാം. ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷം എത്ര ഗ്യാപ്പുണ്ട് പ്രിയമുള്ളവരെ. അങ്ങനെ 1000 തവണ ചൊല്ലാം. അതിനുശേഷം അള്ളാഹുവിനോട് അവൻ ഏത് വിഷയത്തിന് വേണ്ടിയാണോ ദുആ ചെയ്യേണ്ടത് അത് ആത്മാർത്ഥമായിട്ട് അവൻ അറിയുന്ന ഭാഷയിൽ പച്ച മലയാളത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അങ്ങനെ ദുആ ചെയ്ത് ഒരു നിസ്കാരത്തിൽ അവന് 1000 തവണ, രണ്ടാമത്തേൽ 1000 ഇപ്പോൾ 2000 ആയില്ലേ. പിന്നെ അസറാകുമ്പോഴത്തിന്, എന്താ ളുഹറിനാണ് തുടങ്ങിയതെന്നുണ്ടെങ്കിൽ അസറാകുമ്പോഴത്തിന്, അസർ കഴിയുമ്പോഴത്തിന്, മൂന്നാമത്തെ മഗ്‌രിബാകുമ്പോഴത്തിന്, ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ 1000, 2000, 3000, 4000 ഇങ്ങനെ ആവും. അങ്ങനെ ചൊല്ലി ചൊല്ലി 15376 എന്ന സംഖ്യ എത്തുമ്പോൾ 15000 ആവും. പിന്നെ 16000 ചൊല്ലുന്നതിൻ്റെ ഇടയ്ക്ക് 15376 എന്ന് പറയുന്ന ആ എണ്ണം എത്തുന്ന സമയത്ത് ഉടനെ തന്നെ അത് സ്റ്റോപ്പ് ചെയ്ത് ഒരു ഫാത്തിഹ ഓതുക, സൂറത്ത് യാസീൻ പാരായണം ചെയ്യാം. ആ ഫാത്തിഹയും സൂറത്ത് യാസീനും എല്ലാ സുഹൃതങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ പ്രത്യേകം ഹദിയ ചെയ്യുക, അവിടത്തേക്ക് ഹദിയ ചെയ്യുക. എന്നിട്ട് അവൻ്റെ ആവശ്യം എന്താണെങ്കിലും അത് മുൻനിർത്തി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി അവൻ അറിയാവുന്ന ഭാഷയിൽ പച്ചമലയാളത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ബിഇദ്നില്ലാഹി തആല അത്ഭുതകരമാകുന്ന രൂപത്തിൽ അവന് നഷ്ടപ്പെട്ട ആ ജോലി തിരിച്ചു ലഭിക്കും. അവന് നല്ല ഒരു ജോലി ലഭിക്കാൻ കാരണമാകും. എത്രയോ ആളുകൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർ വിസിറ്റിംഗ് ഡേറ്റ് കഴിഞ്ഞ് എക്സ്പയർഡ് ആയിട്ട് അത് പുതുക്കിയിട്ട് വീണ്ടും ഓരോ കമ്പനികളിലും ദിവസേന 100 കണക്കിന് കമ്പനികളിലേക്ക് CV-കൾ അയച്ചു കൊണ്ടിരിക്കുന്നവർ, ഇതാ എനിക്ക് ജോലി ലഭിച്ചു എന്ന ആ സന്ദർഭം എത്തിയപ്പോൾ കൊക്കിൽ നിന്നകന്നു പോകുന്നത് പോലെ വളരെ പെട്ടെന്ന് നമ്മുടെ കയ്യിൻ്റെ അടുത്തെത്തിയിട്ട് തട്ടിപ്പോയ എത്രയോ ജോലികളുണ്ട്. ഒന്നുകിൽ ആ പൊസിഷൻ ക്ലോസ് ആക്കിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതിലേക്ക് ഇനി ആളുകൾ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാകും. അങ്ങനെയൊക്കെ വഴുതിപ്പോകുന്ന ജോലികൾ, അതേപോലെ തന്നെ ഒരു നിലക്കും ജോബിലേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള മക്കളുള്ളവർ, അവർക്കൊക്കെ ഈ ഒരു അമല് ചെയ്യാവുന്നതാണ്. ഇത് കേൾക്കുന്ന മാതാപിതാക്കൾ അവരവരുടെ മക്കളിലേക്ക് ഇത് അയച്ചു കൊടുത്ത് കൃത്യമായി ഇത് പൂർണ്ണമായി കേട്ട് ഇതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കിയിട്ട് അവരോട് ചൊല്ലാൻ വേണ്ടി പറയുക. നമ്മുടെ വീഡിയോസ് കാണുന്ന എത്രയോ പ്രവാസികളുണ്ട്. പ്രവാസ ലോകത്ത് നിന്ന് പ്രവാസികൾ ഗൾഫിൽ നിന്ന്, സൗദിയിൽ നിന്ന്, ഖത്തറിൽ നിന്ന്, ഒമാനിൽ നിന്ന്, UAE-യുടെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്നൊക്കെ പലരും ഇവിടെ നേരിട്ട് വരാറുണ്ട്. ഇവിടത്തേക്ക് മാത്രം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്ന് തിരിച്ചു പോകുന്നവരൊക്കെയുണ്ട്. ഒരുപാട് മാസങ്ങളായിട്ട് അവർ ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ച് അവർക്ക് പെട്ടെന്ന് ഡേറ്റ് കിട്ടിയപ്പോൾ അങ്ങനെ വന്നവരൊക്കെയുണ്ട്. അപ്പോൾ പ്രവാസികൾ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. അവരുടെ ടിക്ടോക്ക് പോലെയുള്ള അവിടെയുള്ള
സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പലരും നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് നമ്പർ സംഘടിപ്പിച്ച് കോണ്ടാക്ട് ചെയ്യുന്നവരൊക്കെയുണ്ട്. അങ്ങനെ കാണുന്ന ഒരുപാട് പ്രവാസികൾ, അവരിൽ പലരും ഒരുപാട് അമലുകൾ നമ്മുടേത് ചെയ്യുന്നവരാണ്. 12,000 ബിസ്മിയുടെ അമൽ ചെയ്ത എത്രയോ പ്രവാസികളുണ്ട്. സൂറത്തുൽ ഫത്ഹിൻ്റെ അമൽ ചെയ്ത പ്രവാസികളുണ്ട്. യാ ലത്തീഫിൻ്റെ അമൽ ചെയ്ത പ്രവാസികളുണ്ട്. ഒക്കെ ചെറുപ്പക്കാർ, 23, 24 വയസ്സുള്ള കുട്ടികൾ, മക്കൾ ചെയ്യുന്നവരുണ്ട്. നമ്മളൊക്കെ വിചാരിക്കും അവരൊന്നും ഇതൊന്നും ചെയ്യാൻ ഒരു താല്പര്യത്തോടു കൂടെ വരൂല എന്നുള്ളത്. അങ്ങനെയൊന്നുമല്ല. ഇവിടെ ഒരു ചെറിയൊരു 10, 20, 23 വയസ്സുള്ള ഒരു ഒരു പയ്യൻ വന്നിരുന്നു. പഠിക്കുന്നൊരു സ്റ്റുഡൻ്റാണ് അവർ. അവരൊരു നോട്ട് ബുക്ക് എടുത്തിട്ടാണ് വന്നിരുന്നത്. മാഷാ അള്ളാ, നമ്മളൊക്കെ വിചാരിക്കും പുതിയ കാലത്തെ മക്കൾ എങ്ങനെയാണ് അവർ സഞ്ചരിക്കുന്നത്. എല്ലാവരും അല്ലാട്ടാ, ചില മക്കളൊക്കെ ആത്മാർത്ഥതയുള്ള മക്കളുണ്ട്. മാതാപിതാക്കളെ കോടി പുണ്യം ചെയ്യണം ഇങ്ങനെയുള്ള മക്കൾ ജനിക്കാൻ. ആ മക്കൾ നമ്മുടെ മുമ്പിൽ വന്നവരെക്കുറിച്ച് നമ്മൾ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. നമ്മളിവിടെ നിൽക്കുന്ന മുതഅല്ലിമീങ്ങളോടൊക്കെ ആ കുട്ടിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2-3 നോട്ട് ബുക്ക് കൊണ്ടുവന്നിട്ട് അതിൽ മുഴുവനും നമ്മൾ പറയുന്ന ഓരോ അമലുകളും എഴുതി വെച്ച് കൃത്യമായിട്ട് ആ കുട്ടിയുടെ എക്സാം വരുമ്പോൾ, ആ കുട്ടിയുടെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. മാഷാ അള്ളാഹ്, അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ, നല്ല റാഹത്തുള്ള ജീവിതം അവർക്ക് നൽകട്ടെ, എല്ലാവർക്കും നൽകട്ടെ. അപ്പോൾ ആത്മാർത്ഥമായിട്ട് എൻ്റെ മോൻ അതൊന്നും ചെയ്യൂല എന്നൊന്നും വിചാരിക്കേണ്ട. ആരുടെ വാക്കാണ് എപ്പോഴാണ് എങ്ങനെയാണ് മനസ്സിനെ പിടിച്ചു കുലുക്കാൻ സാധിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല. ഒരു വാക്ക് കൊണ്ട് എത്രയോ ആളുകൾ നന്നായിട്ടുണ്ട് അല്ലേ. അപഥസഞ്ചാരത്തിൽ നടന്നിരുന്ന, കള്ളിലും കഞ്ചാവിലും ലഹരിയിലും പെണ്ണിലുമൊക്കെയായിട്ട് കുത്തഴിഞ്ഞ് നടന്നിരുന്ന എത്രയോ തെമ്മാടികൾ ഒരു നിമിഷത്തെ ഒരു വാക്ക് കാരണം കൊണ്ട് സാൽപ്പാന്താവിലേക്ക് വന്നിട്ടുണ്ട്. അത് വരാൻ അള്ളാഹുവിനൊരു വാക്ക് മതി കാരണമാക്കാൻ, ഒരു ചിന്ത മതി കാരണമാക്കാൻ. അതുകൊണ്ട് തന്നെ നിങ്ങളിത് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ മക്കൾ ഇത് കണ്ട് അവർക്ക് ചെയ്യാൻ തോന്നും എന്നുള്ളത് ഉറപ്പാണ്. അവർ ചെയ്യട്ടെ, അവർക്ക് നല്ല ജോലി ലഭിക്കട്ടെ. അതവർ ദീനിനു വേണ്ടിയിട്ട്, അതവർ മാതാപിതാക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ഹലാലായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് സന്തോഷകരമായ ജീവിതം നയിക്കട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ CV-കൾ കൊടുത്തു മടുത്തവരുണ്ടെങ്കിൽ, ജോലി തിരഞ്ഞിട്ട് കിട്ടാതെ പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ അമൽ ഒരു തവണ ചെയ്തു നോക്കൂ, നല്ല ഫലം ലഭിക്കും. 15,376 എന്ന സംഖ്യ എത്തുമ്പോൾ ഉടനെ ഒരു ഫാത്തിഹ ഓതി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഒരു യാസീനും ഓതി പ്രത്യേകം ആ വിഷയത്തിന് വേണ്ടി ദുആ ചെയ്യുക. അവൻ്റെ ജോലി റാഹത്തായുള്ളൊരു ജോലി അവന് ലഭിക്കും. അവനും അവൻ്റെ കുടുംബത്തിൻ്റെയും ചെലവ് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ പരിഹരിച്ചു പോകുന്ന രൂപത്തിലുള്ള മഈശത്തിനുള്ള ഒരു ജോലി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകും. നഷ്ടപ്പെട്ട ജോലിയാണോ? നഷ്ടപ്പെട്ട ജോലികളിൽ എത്രയോ ആളുകളുണ്ട്. നമ്മുടെ അടുക്കലൊക്കെ വരുന്ന ഒരു പ്രത്യേക ഒരു കേസ് തന്നെ ഉണ്ട്. അവർക്ക് ആ ജോലി കിട്ടിയാൽ പിന്നെ ഒന്നും പറയാനില്ല. പക്ഷെ ആ ജോലിയിലേക്കുള്ള വഴി വീണ്ടും തുറന്നിട്ടുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ അത്യാവശ്യത്തിന് നാട്ടിലേക്ക് വന്നതാ, പിന്നീട് ആ ജോലിയിലേക്ക് പോകാൻ പറ്റുന്നില്ല. അത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് വർഷങ്ങളായി കാത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് ചെയ്യാവുന്നതാണ്. ആ ജോലി തന്നെ തിരിച്ചു ലഭിക്കണമെങ്കിൽ അത് ലഭിക്കുകയും ചെയ്യും. അതല്ല, അതിനേക്കാളും ഖൈറ് മറ്റൊരു ജോലിയാണ് എന്നുണ്ടെങ്കിൽ ആ ജോലി അവന് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അതിൽ തൃപ്തിപ്പെടുക. അത് അതിനേക്കാളും ഖൈറായതുകൊണ്ടാണ് ലഭിച്ചത്. ആവശ്യമുള്ള വിഷയം അള്ളാഹുവിനോട് ഈ പറഞ്ഞ ഉടനെ തന്നെ ആത്മാർത്ഥമായി ദുആ ചെയ്താൽ അത് ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ ഈ ഇസ്മ 4000 തവണ ഉരുവിട്ട് തന്നിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ, വഴുതിപ്പോയ ആ ജോലി തിരിച്ചു ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്താൽ അത് വളരെ പെട്ടെന്ന് ലഭിക്കും. പിന്നെ അല്ലെങ്കിൽ അവന് മറ്റൊരു ജോലി ലഭിക്കും. അത് എപ്പോഴാണ് മറ്റു ജോലി ലഭിക്കുക? ഈ ജോലിയിലേക്ക് ഇനി അവനെ റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൽ ഖൈറുണ്ടാവില്ല. കാരണം അതൊരു ഒരു സെക്കൻഡ് വാല്യൂ, ഒരു തേർഡ് നമ്പറായിട്ടാണ് കാണുന്നത്, ഒരു സെക്കൻഡ് നമ്പറായിട്ടാണ് കാണുന്നത്. ആദ്യമുണ്ടായിരുന്ന ആ ജോലി അവനക്ക് റാഹത്തുള്ളായിരിക്കും, നല്ല സാലറി ഉണ്ടാകും. പക്ഷെ അവന് അവിടെ നിന്നൊരു ഒരു അവഗണനയൊക്കെ ലഭിക്കാനാണ് സാധ്യത എന്ന രൂപത്തിലായിരിക്കും ആ ജോലി നമുക്ക് തിരിച്ചു ലഭിക്കാത്തത്. അപ്പോൾ അതിനേക്കാളും ഹൈറായൊരു ജോലി ലഭിക്കും. എന്തായാലും ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നല്ല റാഹത്തുള്ള ഒരു ജോലി അവനിലേക്ക് അള്ളാഹു നൽകാനുള്ള വഴികളൊക്കെ തുറന്നു കൊടുക്കും എന്നുള്ളതാണ്. വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. ഈ ഇസ്മിൻ്റെ കൂടെ
യാ ചേർത്തിയിട്ട് നിശ്ചിത എണ്ണം കുറേ തവണ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക, ഒരെണ്ണമില്ലാതെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നാണ്. ഇടയ്ക്കിടയ്ക്ക് യാ മുഈദ് യാ അല്ലാഹ് യാ മുഈദ് യാ അല്ലാഹ് യാ മുഈദ് യാ അല്ലാഹ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ അവൻ ഉന്നതമായ ഒരു സ്ഥാനത്തെത്തും. പരാജയപ്പെട്ട് കിടക്കുന്നവർ, നിരാശയോടുകൂടെ കഴിയുന്നവർ, അങ്ങേയറ്റത്തെ ഡിപ്രഷൻ സ്റ്റേജിലായവരൊക്കെയുണ്ട്. അവർക്കൊക്കെ ഇനി എനിക്ക് രക്ഷയില്ല, എൻ്റെ ജീവിതം തകർന്നുപോയി എന്നൊക്കെ കരുതുന്നവർക്കൊക്കെ ഈ ഇസ്മ പതിവാക്കിയാൽ മതി. വീണ് കിടക്കുന്നവൻ, പരാജയപ്പെട്ടവൻ, പരാജയത്തിൻ്റെ കയ്പു നീരനുഭവിച്ച് മുന്നോട്ട് പോകുന്നവർ, അവരൊക്കെ ഇസ്മ പതിവാക്കിയാൽ വലിയ ഉന്നതമായ സ്ഥാനത്തിലേക്കെത്തും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില ആളുകൾ മുമ്പ് ഞാൻ ഒരു ലക്ഷം വേണമെങ്കിൽ ചൊല്ലാം, പക്ഷെ എണ്ണീറ്റ് ചൊല്ലാൻ എനിക്ക് കഴിയൂല ഉസ്താദ്. എണ്ണീറ്റ് ഇങ്ങനെ 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 എണ്ണം പിടിച്ച് ചെല്ലാൻ അതൊരു ഇടങ്ങറാണത്. എണ്ണത്തിന് ചില പ്രത്യേകതകളുണ്ട് കേട്ടോ. ചില ആളുകൾക്ക് അങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ കേൾക്കുന്നവരിലും അങ്ങനെ ഉണ്ടാവും. എണ്ണം പിടിക്കാനാണ് ചിലർക്ക് പ്രയാസം. ചൊല്ലാൻ എളുപ്പമാണ്, യാ മുഈദ് യാ അല്ലാഹ് യാ മുഈദ് യാ അല്ലാഹ് എപ്പോഴും ചൊല്ലാം. അതിങ്ങനെ എണ്ണി വെക്കുക, ഇത്ര എണ്ണമായി എന്ന് പറയാതെ ചിലർക്ക് കഴിയുന്നില്ല. എന്നാൽ എണ്ണത്തിന് ചില പ്രാധാന്യമുണ്ട്. ആ എണ്ണം ചൊല്ലുമ്പോൾ അതിന് അത്രയും ശ്രേഷ്ഠതയുണ്ട്, അത്രയും മഹത്തുണ്ട്, അതിന് വേറെ ഫലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിസ്കാരത്തിന് ശേഷം 33 തവണ സുബ്ഹാനല്ലാഹ്, 33 തവണ അൽഹംദുലില്ലാഹ്, 33 തവണ അല്ലാഹു അക്ബർ, ഇതങ്ങനെ തന്നെ ചൊല്ലുമ്പോഴാണ് അതിൻ്റെ പ്രതിഫലം കിട്ടുക. അതൊന്ന് കുറഞ്ഞാലോ ഒന്ന് കൂടിയാലോ അവനക്ക് അതിൻ്റെയൊക്കെ പ്രതിഫലം കിട്ടും. പക്ഷേ ഇതുകൊണ്ട് പറഞ്ഞൊരു നേട്ടം ഉണ്ടാവും, അവൻ്റെ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് മഹത്വങ്ങൾ, ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ ചൊല്ലണം. മനസ്സിലായല്ലോ? ഇപ്പോൾ ഈ ഇസ്മിൻ്റെ ഒക്കെ ഒരു അതത് നമ്മളിവിടെ പറയുന്നുണ്ട്. ആ അതത് അനുസരിച്ച് ചൊല്ലുമ്പോഴാണ്, ആ അതത് അനുസരിച്ച് ചൊല്ലിയാലുള്ള ഗുണങ്ങൾ കിട്ടുള്ളൂ. ഒരാൾ ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹ് 100 വട്ടം ചൊല്ലി, 100 വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം അവനക്ക് ലഭിക്കും. 200 ചൊല്ലിയാൽ അതിൻ്റെ പ്രതിഫലം ലഭിക്കും. പക്ഷെ 100 ചൊല്ലിയാൽ കിട്ടുന്നൊരു പ്രതിഫലം ഹദീസിലും അതേപോലെ കിതാബുകളിലൊക്കെ കാണാം. ആ പ്രതിഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ 100 എണ്ണം ചൊല്ലണം. അത് 200 ചൊല്ലിയാലോ അല്ലെങ്കിൽ 50 ചൊല്ലിയാലോ ഒന്നും ആവില്ല. അത് കൂടിയാലും ആവില്ല, കുറഞ്ഞാലും ആവില്ല. അപ്പോൾ എണ്ണത്തിന് പ്രാധാന്യമുണ്ട്. എണ്ണമില്ലാതെ ചൊല്ലിയാൽ അതിൻ്റെ പ്രതിഫലം കിട്ടും. ആ എണ്ണം പ്രത്യേകമായിട്ട് ചൊല്ലുമ്പോൾ ആ പ്രത്യേകം, ഇപ്പോൾ 4000 തവണ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞില്ലേ, ആ 4000 തവണ നമ്മൾ ചൊല്ലണമെങ്കിലാണ് ഈ ഗുണം കിട്ടുക. അപ്പോൾ ആ എണ്ണവും ആ വിഷയവും തമ്മിലൊരു ബന്ധമുണ്ടായത് കൊണ്ടാണ് അങ്ങനെ. ഈ ഇസ്മുൽ അഅ്ളമിൻ്റെ 2 അക്ഷരങ്ങൾ ഈ അമൂല്യമായ ഇസ്മിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്മുൽ അഅ്ളമിൻ്റെ അക്ഷരങ്ങൾ ഉള്ള ഇസ്മിന് വരെ പ്രാധാന്യമുണ്ട്, അതിന് മഹത്വമുണ്ടെങ്കിൽ ഇസ്മുൽ അഅ്ളമിൻ്റെ പ്രാധാന്യം എത്രയാണ്. അതുകൊണ്ട് വളരെ ശ്രേഷ്ഠതയുള്ള ഇസ്മാണ്. ഈ ഇസ്മിൻ്റെ അതത് നമുക്കറിയാം. മീമ് 4 മീം എത്രയാണ്? ആ ബ് ജ, മീമ് 4 അല്ലല്ലോ. ആ ബ് ജ ദ് ഹ വ സ് ഹു തി ക ല മൻ, കണ്ടില്ലേ? 4 ദാലാണല്ലോ. ഇതിൻ്റെ അതതെന്ന് പറയുന്നത് നമുക്കറിയാം 124 മുഈദ് എന്ന് പറയുന്നതിൻ്റെ അതത്. ഞാൻ മീമ് 4 പറഞ്ഞത് മാറി പറഞ്ഞതാട്ടാ. എല്ലാവർക്കും അറിയാം മീമല്ല 4, ദാലാണ് 4 അല്ലേ? ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ട്രിക്ക് പറഞ്ഞു തരുന്നു. ദാല് 4, ദാൽ എന്നുള്ളത് 4 എന്നാണ് അതിൻ്റെ അതത്. അപ്പോൾ മൊത്തം എത്രയായി? 124 അതിൻ്റെ അതത്. ദാല് 4 ആകും. 10 യാ 10 ഐന് 70. അപ്പോൾ 70ഉം 10ഉം അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ 124 അതിൻ്റെ അതത്. ഇത് വളരെ ആത്മാർത്ഥമായിട്ട് ഈ അതതനുസരിച്ച് നമുക്ക് ചൊല്ലാവുന്നതാണ്, ചെയ്യാവുന്നതാണ്. അപ്പോൾ രാവും പകലും ഇസ്മ ചൊല്ലിയാൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഗുണങ്ങൾ ലഭിക്കും. മിണ്ടാതെ പോയ ആളുകൾ, പിണങ്ങി നിൽക്കുന്നവരെ, കാണാതെ പോയവരെ, കാണാതെ നഷ്ടപ്പെട്ടു പോയത്, ഇതൊക്കെ തിരിച്ചു കിട്ടാനോ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ അമലുകൾ ചെയ്യാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന എല്ലാ അമലുകളിലും അല്ലാഹു നമുക്ക് വലിയ ബറക്കത്ത് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.